ഹലോ ഗൈസ്, ഹലോ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗ്യാസ് സ്റ്റേഷൻ സിമുലേറ്റർ എപ്പിസോഡ് 2. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്കിളുടെ കോള് എടുക്കാൻ വേണ്ടി നിന്നിരുന്നു. അപ്പോൾ ഇതിനും എൻ്റെ ചെയ്തായിരുന്നു വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടത് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്കിളിൻ്റെ കോൾ എടുത്തിട്ട് അതിൻ്റെ മുമ്പ് പെട്ടടിച്ചു കൊടുക്കട്ടെ നോക്കളെ. ഓ സാധനമൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഇരുന്നുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ എടുത്തിട്ട്. പക്ഷെ എന്തിനാ നിർത്തുന്നത് എനിക്ക് മനസ്സിലാകത്ത്. മുള്ളാൻ പോവാനാണ് ഇവരൊക്കെ എന്തിനാ എന്നെ തല്ലാൻ വരുന്ന? എനിക്ക് എന്നെ തല്ലാന്ന് തോന്നുന്നുണ്ടോടാ? പറയടാ. ഒന്നില്ലേ പോയി സാറേ നോക്കുന്നേ. എവിടെ പോന്ന്? ഡേയ് അതെന്തിന്? ഇതെന്തൊരു പൊതുവഴിയാ? പോലീസുകാരനെന്തി? അവനും പോയാ? അതേ വന്ന പോലെ പോകുന്നു രണ്ടോ. സ്ഥലം കാണാൻ ഇറങ്ങിയാണാ? ഓക്കെ നമുക്ക് എന്തായാലും അങ്കിളിന്റെ കോൾ എടുക്കാം. ബെല്ലടിക്കുന്നുണ്ട് ഫോൺ. Hello. Hello. I see the business is doing well. I'm calling to congratulate you on successfully getting it off the ground. But you can't run a business on fuel alone. I've had a few of my people deliver some extra stock for those empty shelves of yours. Time to talk money. You now owe me. Well, I'll send you the invoice to your email. Don't miss it. Okay. Sorry, nephew, but there is just no room for charity in this world. I hope you'll find it within your finances to repay the debt. Otherwise, we'll be forced to see to more persuasive methods of reimbursement. Don't have me wait too long now. Goodbye. 5 മിനിറ്റില് $5,000 കൊടുക്കാന് അങ്കിള് തേച്ച് ഷെൽഫില് സാധനം തന്നെ പറ്റിച്ചാണഞ്ഞി. അങ്കിള് തേച്ചു ഗൈസ്, അങ്കിള് തേച്ചു, ചതിച്ചു നമ്മളെ. അങ്കിള് ഞാൻ നല്ല മനുഷ്യനായിരിക്കുന്നു. ആളിപ്പോ പറയുകയാണ് $5,000 കൊടുക്കാന്. ഒരു മിനിറ്റ്, ഞാൻ ആ ക്യാഷ് കൗണ്ടറിലത്തെ ആള് അടി. ഗുഡ് ഗേൾ. കച്ചറ കൊട്ടേൻ്റെ സാധനം ഇടണം കേട്ടാ. നേരെ ഈ ഗാർബേജിൻ്റെ അകത്ത് കൊടുത്തിട്ടൂടെ? ബില്ലടിക്കണം. ഇത് നമ്മൾ തന്നെ എഴുതും. ഞാൻ സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്നതല്ലേ? ഇത് കളിക്കാണെങ്കിൽ എനിക്ക് സൂപ്പർ മാർക്കറ്റ് വിളിച്ചാൽ പോരെ? ഒന്നോട്ടെ ഒന്നേ. ഇത് കൊള്ളാം കേട്ടാ. ഇത് നമ്മൾ തന്നെ ബില്ലടിക്കണം. മറ്റേ ഞെക്കി പോയാൽ മതി. മൊത്തം തീർക്കും ഇയാള്. ബൈ തെറ്റ. പറയ് സാർ, എന്താണ്? അതെന്തൊരു പോപ്കോണാ? എന്തിനു ചെക്കിങ്ങിന്റെ ടൈമിൽ തിന്നാനാണാ? പ്രിങ്കിൾസാ? എന്തൊരു തലയിൽ ചുട്ടിരിക്കുന്നു. ചങ്കി ബിസ്ക്കറ്റ് കൊക്കോക്കോള വീണ്ടും ബിസ്ക്കറ്റ്. ഇത് കുറെ ഉണ്ടല്ല, കുറെ ചെക്കിങ് ഉണ്ടെന്നോണെന്ന്. താങ്ക് യു സൂപ്പർ. $5,000 ഞാൻ പേ ചെയ്യണമെന്ന്. ഹൗ ക്യാൻ ഐ പേ ദീസ് മച്ച് മണി ബ്രോ? എടാ, ഗ്യാസ് സ്റ്റേഷൻ ഫ്യൂൽ എമൗണ്ട് 3.1 ലിറ്റർ ഉള്ളൂ. സർവീസസ് പേ ഓഫ് പറയുന്നത്. ഞാനേ അയാളെങ്ങാനോ ഓർഡർ നോട്ട് എനഫ് മണിയാ ഉള്ളതും തീർന്ന. വേണ്ട, തൽക്കാലം ഇപ്പം അടക്കുന്നില്ല. 5,000 ആക്കിയിട്ട് അടക്കാം. $339 എൻ്റെ കയ്യിലുള്ളത്. ഇത് മൊത്തം ആൾ ബില്ലാക്കി കേട്ടാ. നമുക്കിത് തിന്നാൻ പറ്റുമോ? ഇല്ല, തിന്നാൻ പറ്റില്ല. നമുക്ക് $5,000 അടക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ഇത്. $5,000. ഹൗ ക്യാൻ ഐ മേക്ക് $5,000 ബ്രോ? വെയിറ്റ് ഫോർ കസ്റ്റമർ. അതിന് പെട്രോൾ ഇല്ലേ നിനക്കൊന്നും? പോടാ.
തിരിച്ചു വെക്കുക. നിനക്ക് വല്ല ഷർട്ട് ഇട്ട് വന്നോടറോ? എന്തിനീ കാണുന്നേ? ഡേ വഴിക്കൂടെ നടക്കുന്നത്? അല്ലെങ്കിൽ പെട്രോളില്ല അവിടെ. അവള് റോട്ടിൽ കൂടെ നടക്കുന്നത്. പെട്ടെന്നാ പില്ലേട്ടെ. ബാ പോന്നട്ടെ. ഇങ്ങോട്ട് വെക്കിങ്ങോട്ട്. 3 ലിറ്ററുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ പെട്രോൾ അടിക്കാൻ പോയ ആളിനെ തെറി വിളിച്ചിട്ട് പോകും. പെട്ടെന്ന് വന്ന് പിറ്റേ ഇങ്ങോട്ട്. ഹിൻഡ് ടു പേ അത് മറ്റേ PC പോയിട്ട് ഇതാക്കണം. പക്ഷെ $5000 ഞാൻ എന്തും കാണിക്കാനാ? തിരിച്ചെടുത്താൽ മതി. ബാക്കി പിന്നെ അവര് നോക്കോളൂ. ഇവിടെ ബില്ലടിക്കണ്ടായിരുന്ന പോലെ. അയ്യോ പോയത് താഴത്തോട്ട്. എന്തൊരു ഉരുണ്ടു പോകാത്ത നീ നോക്കണേ. ഞാൻ ഇപ്പുറത്താണ് ബില്ലടിച്ച്. കൊള്ളാം. പോയണാ പെട്രോൾ അടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ ഇവളെ. വണ്ടി എടുക്കാൻ പോകുന്നില്ലേ? എന്തിനാണ് ഓണടിക്കുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. എടി ഇവിടെ പൊടി ഉണ്ടാ? ഇത് കേടാന്ന് പറയുന്നത് കേട്ടാ. ഓ പെയിന്റ് ഒക്കെ. ഓ ഇപ്പൊ ഹൈജീനിക്ക്. നേരത്തെ ഒരു ഇത് വന്നിരുന്നു കേട്ടാ. കളറ് ഇപ്പൊ റെഡി. ഇപ്പൊ സെറ്റ്. ഇനി എന്തായിരുന്നു? യു ഹാവ് ടു ന്യൂ മെയിൽ. അല്ല മെയിലല്ല, അതിന് മുമ്പ് പെട്ടടിച്ചു കൊടുക്കട്ടെ. അവൻ മറ്റേ ഷർട്ടാണ് കുറെ നേരം വെയിലത്തേക്കുന്നു. പാവപ്പെട്ട. താങ്ക് യു. അവിടെ ടിപ്പൊന്നും തന്നവൻ. ഇത്ര നല്ല വെയിറ്റ് ചെയ്യിപ്പിച്ചനാണ് ടിപ്പ്. കുറച്ചുകൂടി പെട്രോൾ ഇതാക്കാൻ പറ്റുമോ? ഗാർബേജിനൊന്നും ആവശ്യമില്ല. സർവീസസ്, ഡെലിവറി, ഫ്യൂൽ 200. The order has എത്ര വരെ ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റും? അതിന് കാണിച്ചല്ലോ. സർവീസ് അല്ല, ഡെലിവറി. ഗ്യാസ് സ്റ്റേഷൻ ഫ്യൂല് 200 ലിറ്ററിൽ 158 ഉണ്ട് ഫ്യൂൽ ലെഫ്റ്റ്. അപ്പൊ ലോറിക്കാർ വരുന്നതിന്റെ മുമ്പ് ഞാൻ അതിലൊക്കെ അടിച്ചു തീർക്കട്ടെ. അവന് 200 ലിറ്ററും കൊണ്ട് വരുന്നുണ്ട്. അതപ്പോ വേസ്റ്റ് അല്ലേ? പെട്ടെന്നാ പെട്രോടിക്കുള്ളവർക്ക് പെട്ടെന്നാ. 2 മെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മെയില് കേട്ടോ. നല്ലത് കുറേ ഉണ്ടല്ലേ. എല്ലാം മെയിലും വെച്ച്. ഞാന് വെയിറ്റ് ഫോർ കസ്റ്റമർ. സാറേ ഒന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യ് സാറേ. ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടില്ല. എത്ര പോലെ ആൾക്കാരുണ്ടെന്ന് നോക്ക്. താങ്ക്സ്. അവിടെ ഇവരൊക്കെ എന്തിനു കാണിക്കുന്നു? അവിടെ ബില്ലടി. ഇവിടെ മീനൊക്കെ കൊടുന്നിട്ടിരിക്കുന്നു. സാറിനാണാ ഈ കാര്യം ചെയ്യട്ടെ. ആൾക്ക് ബില്ലടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. നോക്കട്ടെ. അതിന് ബില്ലടിക്കാൻ പറ്റില്ല. ശേ, ഞാൻ അയച്ച മീനും കൂടി ബില്ലടിച്ചിട്ട് അതോടെ പോയി. അതാ കൊക്കക്കോളൊരു തട്ടിക്ക് ഏതോ ഒറ്റത്ത് പോയി കേട്ടാ. മീനെ എടാ. ഓ ഇതും കൊണ്ട് ഇടിക്കാൻ പറ്റും. ഔച്ച് 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 ഔച്ച്. ഇവിടെ ഇരിക്കട്ടെ. അച്ചെറുക്കം വന്ന എടുത്തെറിയാൻ കൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വന്ന സ്കാൻ കോംബോ ആളുണ്ട്. സ്കാനിൽ 1 2 3. അയ്യോ പെട്രോളിൻ്റെ ആള് വന്നേട്ടാ. അവിടെ ഈ പോലീസുകാരനായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ.
ഫുള്ളായ എത്ര ലിറ്ററായി? 188 ലിറ്റർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അവൻ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അത് ഫുള്ളാവോ? കൊണ്ട് നമ്മൾ വേസ്റ്റ് ആക്കി തോന്നുന്നു കേട്ടാ പെട്രോള്. ഐ തിങ്ക് ഇല്ല, ഒന്നും ആയിട്ടില്ല. അവിടെ ഫോൺ ബെല്ലടിക്കുന്നു. ആൻസർ ദ ഫോൺ കോൾ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ അമ്മച്ചി, അയ്യോ അവനെന്തിനാ അടിച്ചേ? ചോദിക്കാൻ പോണം. ഇതാരഞ്ഞി ബ്ലാക്ക് ആൻഡ് വൈറ്റാ? കൊമ്പൊക്കെ ഉണ്ടല്ലോ. ആനയാണോ? ഓപ്പൺ ഡെയിലി ഗ്യാസ് സ്റ്റേഷൻ. കാറിന്റെ പരസ്യം. ഇവിടെ മോനെ ആരവൻ? കയ്യൊക്കെ നിന്ന് കത്തുന്നു. ആരത്? അല്ല, അവനെന്തിനാ എന്റെ തല്ലി കാശ് കൊടുക്കാത്തനാ? എന്താ? ആരാ? എന്താണോ? അയ്യോ, അടിച്ച് കറക്കുന്നോണ്ട് കേട്ടോ. തലയൊക്കെ തിരിഞ്ഞിട്ട് വന്നിരിക്കുന്നു. അങ്കിളായിരുന്നത്. ഇത് അങ്കിൾ. അവനാണ് എന്നെ പഞ്ഞിക്കിട്ടത്. Serious one. You can rest easy knowing I will have the responsible people dealt proper retribution for what has happened. The amount of time on your investment loan deadline was rendered far too short for what the amount was. It's plain bad business. And I don't taking a loan is now available on your account. പോടാ അവിടുന്ന്. ഇനി ആ സാധനത്തിന് ഞാൻ തൊടൂല. മതി വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കും വേണ്ട. വേണ്ട എനിക്കിനി ലോണ് എനിക്ക് ലോണ് വേണ്ട. വേണ്ടെന്നല്ലേ പറഞ്ഞേ? ആ വേണ്ടെന്ന്. അയ്യോ, ലോണ് പോലും എടുക്കാത്ത കാശിന് വേണ്ടി എനിക്ക് അടി കിട്ടി. ഇനി ഞാൻ ലോൺ എടുത്തിട്ട് അതിന്റെ അടി വാങ്ങിക്കണ. ലാൻഡ്മാർക്ക് ഡെക്കറേഷൻ ബോട്ട്. ഡെക്കറേഷൻ ലാൻഡ്മാർക്ക്. ഓഹോ, ബൈ ടാറ്റ, ബൈ. ഇതിലൊക്കെ കാശ് പോയിരുന്നു. 463 $161 പേടിപ്പിക്കാൻ വേണ്ടിട്ട്. ഇയോടാ, ഞാൻ ആ ഒരു ഫ്ലോയിലങ്ങ് വാങ്ങി പോവുകയും ചെയ്ത്. 8 പ്രൊഡക്റ്റ് ഇനിയുണ്ട്. എന്തൊരു കട വാങ്ങിക്കാന്നതാ. ഒരെണ്ണം പോയല്ലേ അത് ഒറ്റത്തോട്ട്. ഒരെണ്ണം ഉരുണ്ട് പോയി കേട്ടാ. അതെന്തിനാ കിടക്കുന്ന ലൈസിന്റെ ഒക്കെ? അതെന്നാലും എങ്ങോട്ടാ പോയേ? വെയിറ്റ്, വാട്ട് ഈസ് ഇറ്റ്? ഒന്നുമില്ല സാർ, ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുപോയിണ്ടായിരുന്നില്ല. എന്താടാ നോക്കുന്നത്? എൻ്റെ കട മൊത്തം നല്ല വൃത്തിയുള്ള കടയാണ് കേട്ടോ. എപ്പോഴും ഞാൻ ക്ലീനൊക്കെ ആക്കും. ഇതൊക്കെ എവിടുന്ന് വരുന്നു? ബില്ലൊക്കെ അടിച്ചില്ല, വെയിറ്റ് ആക്കണം. പക്ഷെ പ്രോഡക്ട്സ് ലെഫ്റ്റ്. അവിടെ തുരുമ്പിടിച്ചോണം കേട്ടാ. കളറൊക്കെ മാറി തുടങ്ങി മെഷീൻ്റെ. മെഷീൻ ഒരുമാതിരി ചളി ആകെ ചളി.
ഹോൾഡ് RMB to S. ആ ഓഹോ, സ്പോഞ്ച് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്പീഡായി. താങ്ക് യു താങ്ക് യു താങ്ക് യു. വെൽക്കം. ഒന്നില്ലേ പൊക്കോ. ആ ഇതിന്റെ ഓയ് കുറെ വട്ടുള്ളതാണല്ല. വെൽക്കം. ഇനി എന്തൊരു പർച്ചേസ് ദ ലെവൽ 2 അപ്ഗ്രേഡ് ടു യുവർ ഗ്യാസ് സ്റ്റേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. ലെവൽ 2 അപ്ഗ്രേഡ്. ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തേ. എടാ പുതിയത് വന്ന് ഗ്യാസ് സ്റ്റേഷൻ ഒന്നുകൂടെ കൊണ്ട് വലിപ്പം കൂടി. ഷേ ഫൈൻഡ് എ വേ ടു എൻ്റർ വെയർ ഹൗസാ. ചാകട്ടെ. എങ്ങനെ അങ്ങോട്ട് പോയി? ഇത് വന്നോടെ തരി. എടാ ഇതൊക്കെ എവിടേക്കുള്ള വഴിയാ കാണിക്കുന്നതാണോ? ഇവിടെ കൂടെ ഒരു ഡോറ്. കുറെ കച്ചറുണ്ട് കേട്ടോ. ബി കെയർഫുൾ, കീപ് യുവർ വെയർഹൗസസ് ഗേറ്റ്സ് ക്ലോസ്ഡ്, അതർവൈസ് സമ്മൺ മേ സ്റ്റീൽ ഫ്രം യു. അടിച്ചിട്ടോ അടിച്ചിട്ടോ അടിച്ചിട്ടോ. ഇതൊക്കെ എന്താ രീതിക്ക് വൃത്തിയാക്കണോ? എടാ ഇത് കുറെ, ഇതിപ്പോ ഫുള്ളാവും കേട്ടാ. ടി ക്ലോസ്. റിമൂവ് ഫ്രം. അവിടെ ഇത് ഫുള്ളാവടാ. ഇത് സ്ഥലമൊന്നുമില്ല. ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഇത് എന്തൊരു ഇത്. എന്തൊരിത് സ്ഥലമില്ലാത്ത. ഇത് മൊത്തം ഞാൻ ക്ലീൻ ആക്കണം കേട്ടാ. ഇത് സ്റ്റോറേജ് റൂം ആണെന്നാണ്. സ്റ്റോറേജ് റൂം നമ്മൾ ഫുൾ ക്ലീൻ ആക്കി എന്താ ഇതാക്കണോ എന്തെങ്കിലുമൊക്കെ ആക്കേണ്ടി ഇരുന്ന് ശേഷം പറഞ്ഞിരിക്കും. ഇവിടെ ഉണ്ടായിരുന്നാ പറയണ്ട മനസ്സിൽ കാണിക്കുന്നു. ഇത് അടച്ചിട്ടില്ലെങ്കിൽ ഇവിടുന്ന് സാധനങ്ങൾ കള്ളം കൊണ്ടുപോകുന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ കൊണ്ടുപോകാനൊന്നുമില്ല. ഗാർബേജ് അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് തോന്നണം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ സാധനമൊക്കെ വെക്കണം. അപ്പൊ നമ്മ അഥവാ ഈ സാധനം അടക്കാൻ മറന്നു കഴിഞ്ഞാൽ എല്ലാം കള്ളം കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കൊടുന്നടാ കസാലൊക്കെ. എനിക്കറിയൊന്നുമില്ല. 24 മണിക്കൂറും പണിയെടുക്കില്ല. അപ്പൊ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഫുൾ ക്ലീൻ. എല്ലാം ക്ലീൻ ആക്കണം. ഇതൊക്കെ ഒരുമിച്ചിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക്. ഫ്ലെയിം പോന്നേ. അതാ ഞാൻ പറഞ്ഞത്. DLC വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അപ്പുറത്തൊരു സ്ഥലം വരും. അതിൻ്റെ അകത്ത് ഇതൊക്കെ വരും. അത് ഇതൊന്ന് തീരുമാനമാവട്ടെ, എന്നിട്ട് ആലോചിക്കട്ടെ ഞാൻ DLC വാങ്ങിക്കണം വേണ്ടത്. ഇപ്പൊ ഉള്ളതൊരു തീരുമാനമായിട്ട് വാങ്ങിക്കാം. ഇവിടെ നല്ലൊരു സ്പീക്കറാണുള്ളത്. കുറച്ച് കൊടുക്കാം. നല്ല അടിപൊളി സ്പീക്കർ ഇരിക്കുന്നു അവിടെ. പോയി താഴത്തോട്ട്. പോഴരുത്. എടാ ഇരിയടാ. പോയി അങ്ങോട്ട്. ഓക്കെ, അവിടെ ഇനി പോകുന്നു തോന്നുന്നില്ല ചേട്ടാ. ഇതൊരു 2 ഒരു സൗണ്ട് അവിടുത്തെ. ഇവിടെ ഇടാം കുറച്ച്. എന്നിട്ട് ആ ഗാർബേജിൽ വിളിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കട്ടെ. അതിന് വലിപ്പം കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. അതിന് ഭയങ്കര വലിപ്പം. ഇതൊന്നും കളയാൻ പറ്റൂലേ. ടാസ്ക് കംപ്ലീറ്റ്. അത് ഇരുന്ന് കേട്ടാ. ഒന്നുമില്ലല്ലോ.
അവിടെ Press F to play. നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചോ. ഇവിടെ ഇത് പാടൂലേ? ആ കഴിഞ്ഞ് അതെ ഇത് അടച്ചിടണമെന്നല്ലേ പറഞ്ഞത്? ആ അടഞ്ഞ് അവിടെ ആൾക്കാരൊന്ന് കാത്തിക്കണെന്ന് പെട്രടിക്കാൻ ഇതിനൊക്കെ. ഞാനിവിടെ പാട്ടുപാടി കളിക്കുന്നു. ഏതല്ലേ ശരിയായ ബിസിനസ്? ഒന്ന് പെട്ടെന്ന് വന്നേ. കൂടെ ചീത്തോർണാണാ? ആ സൈലോട്ടൊക്കെ വന്നിട്ട് പോയി. വീണ്ടും ടിപ്പ്, ടിപ്പോട് ടിപ്പ്. ഇതിനൊക്കെ പണിക്കാളെത്താൻ പറ്റണോ? പണിക്കാളർ അയ്യോ ഒരു ഐറ്റം കൂടി വരാണ്ടല്ലേ. ആ തീർന്നു. താങ്ക് യു. Restore warehouses from main PC. ഓ വെയർഹൗസിൻ്റെ അപ്പോൾ ഗ്യാസ് സ്റ്റേഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കേട്ടോ ഇന്ന്. വെയർഹൗസിൽ പുതിയ ഇത് വന്നു. ഇനി എന്തൊരു ഓർഡർ അഡീഷണൽ പ്രൊഡക്ട്സ് ഫോർ സെയിൽ. അവിടെ ഇത് വലുതായി. കട വലുതാവും കേട്ടാ. കൊള്ളാപ്പോ. അപ്പൊ നമ്മ ഇനി ഇവിടെ അപ്ഗ്രേഡ് കൊണ്ടുവരുന്നതാണെന്ന് അർത്ഥം. വലിയ പ്രശ്നമില്ല കേട്ടോ പ്ലേസ് ചെയ്യാന്. ഇനി എന്താ ഉള്ളത്? ആ ഓർഡർ അഡീഷണൽ ഡെലിവറി പ്രൊഡക്ട്സ്. കാശുണ്ട് എൻ്റെ കയ്യിൽ. $192 ആൽക്കോൾ വേണ. ആൽക്കോൾ അനികരാണ്. നല്ല വിലയാണ്. ഇപ്പൊ കയ്യിൽ കാശൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങിക്കാം. എല്ലാം ഇരിക്കട്ടെ. എല്ലാം കാശുണ്ടാണോ? ഈ സ്റ്റോക്കാ. എല്ലാവരും 3 വെച്ച് സ്റ്റോക്ക് ഇരിക്കട്ടെ. എല്ലാം പോയില്ലേ? ഓർഡർ വെയിറ്റ് ഫോർ ദ ഡെലിവറി. അവിടെ ഇത് മൊത്തം വൃത്തിയുടെ വേണമല്ലോ. ഇത് ഞാൻ അത് ഇടക്കിടക്ക് വൃത്തിയാക്കണം തോന്നണം കേട്ടാ. ഇതൊക്കെ എന്തരായിട്ടോ? ഇതാരുടെ പി സി ആണോ? ഇതെടുത്തിടാൻ പറ്റുമോ? ഇല്ല. അതും എടുത്തിടാൻ പറ്റും. കുറച്ചുകൂടെ വന്നിരുന്നു ഞാൻ. അതുകൊണ്ട് ആ ചാൻസ് തന്നിരുന്നു. എന്തോ പോയി എൻ്റെ കയ്യിൽ നിന്ന് കേട്ടാ. ഓക്കെ അവിടെ കൂട്ടിരട്ടെ. ഓ ഗാർബേജ് മറ്റേ ട്രക്ക് വിളിക്കണല്ലേ. ഒരു സാധനം കൊണ്ടുപോയി കളയാണ്ട്. അവിടെ അപ്പുറത്തേരും മൊത്തം സാധനം നിറഞ്ഞിരിക്കുക. പെട്രോൾ അടിക്കാനും ആൾക്കാരും നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ആൾക്കാരും നിൽക്കുന്നുണ്ട്. നമ്മപ്പോൾ ഇനി ലോൺ അടിക്കേണ്ടി വരത്തില്ല. ഇനി ലോൺ എടുത്താലേ അടക്കേണ്ടി വരുള്ളൂ. കാരണം ഞാൻ പിന്നെ ലോൺ എടുക്കാറില്ല. ഞാൻ എവിടെ ലോൺ എടുക്കത്തില്ല. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ അയ്യോ കൂടുതൽ അടിച്ചു കൊടുത്തൊന്നൊരു ഡൗട്ട്. ഓ നമ്മളെ ട്രക്കവിടെ വന്ന് നിൽക്കുന്നു. വെയിറ്റ് ഫോർ ദ ഡെലിവറി ട്രക്ക് ടു അറൈവ്. ഓക്കെ നമ്മത് തുറന്നെടുത്താലേ അവൻ അകത്തോട്ട് കയറുള്ളൂ.
കയറിക്കോ. ഇത് അടച്ചിടണം കേട്ടോ, എന്നിട്ട് അല്ലെങ്കിൽ കള്ളന്മാർ കൊണ്ടുവന്ന പറഞ്ഞേ. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നമ്മളെങ്ങാനും വാതിലടക്കാൻ മറന്നു കഴിഞ്ഞാൽ സാർ എടുക്കാണ്ട്, പെട്ടെടുക്കാണ്ട്. എടാ പോലെ ചേട്ടാ. അവനെ സാധനം കൊണ്ടുപോയി. അത് തീരുമാനായി. കാശും പോയി, സാധനവും പോയി. ഇത് കാര്യായ സ്ഥലത്തിൻ്റെ അകത്ത്. പ്ലീസ് 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 പ്ലീസ്. തീർന്നു. അവിടെ ആരോ ഓണടിച്ചു വന്നിട്ട് നമുക്ക് ഈ സ്ഥലം കൂടി അങ്ങോട്ടൊന്ന് വൃത്തിയാക്കട്ടെ. എന്നിട്ടുള്ളൂ അങ്കിളിൻ്റെ ഫോണ്. അങ്കിൾ ചതിയനാ. അങ്കിൾ എന്നെ ചതിച്ചു. അങ്കിള് ചതിച്ചല്ലോ. ആരുടെ നോക്കിക്കുന്നു? ഇതൊക്കെ കളയണം. നല്ലൊരു PC ആയിരുന്നു എടുത്ത ടൈമില്. അടക്കായി, കംപ്ലൈൻ്റ് ആയി. ആ ടാബ്ലും കൂടെ എടുത്തിട്ടെ ഞാൻ ഗാർബേജ് ട്രക്ക് വിളിക്കട്ടെ. എല്ലാം ഫുള്ളായി. അത് പുറത്തോട്ടാണ് പോയി തോന്നണ കേട്ടാ. അതേ വന്നിട്ട് പുറത്ത്. ഓക്കെ, എവിടെ കമ്പ്യൂട്ടറാടാ? എന്നിട്ട് അതുവഴി പോകാൻ പറ്റാത്ത ക്ലോക്ക് എടുത്ത് മാറ്റാൻ പറ്റണം. സർവീസസ്, ഗാർബേജ്, ഓർഡർ ഫ്രീ ആണ്. അടുത്ത കോള് വരുന്നുണ്ട്. പിക്ക് അപ്പ് ദ ഫോൺ, യുവർ അങ്കിൾ ഹാസ് സം വേർഡ്സ് ഫോർ യു. ഓക്കെ ഓക്കെ, അങ്കിൾ പറയൂ. താങ്ക്സ്. I just wanted to remind you, I'm not the only one judging your performance. Sure, your uncle knows better how to keep a business going and wants to see you flourish. But my approval only goes so far. The real approval you need to watch out for is the one given to you by your customers. If word of slander gets out, you might even sell Egyptian diamonds for free. And nobody will bat an eye. Keep those customers happy. Okay. 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 കേട്ട് എല്ലാം പറഞ്ഞ പോലെ. ജിമ്മൻ അടിക്കും. നമുക്കപ്പോൾ സാധനം എത്ര സ്റ്റോക്ക് വെച്ചാലും കുഴപ്പമില്ല ചേട്ടാ. എല്ലാ സാധനം വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ കാശില്ല. കാശ് വന്നിട്ട് നമുക്ക് സാധനമൊക്കെ കുറച്ച് ഓർഡർ ചെയ്യണം. നല്ല സ്ലോ ആവുന്നുണ്ട് കേട്ടോ അടക്കം മെഷീന്. ഒരു നോക്കിയേ എന്താ ചെയ്തോ. ഞാൻ പ്രോയി നീ ചിലപ്പോൾ എനിക്ക് ഇത് അടിച്ചില്ലേലും വേണ്ടില്ല. ഒന്നുമില്ല. ഓക്കെ സാർ, താങ്ക്സ്, നൈസ്, താങ്ക്സ്. പൈസ എന്തെങ്കിലും ഉണ്ടാ? അയ്യോ, എപ്പോ എന്തിനാ ഏട്ടാ അമർത്തേണ്ടത്? ഞാൻ എഫ് അമർത്തിക്ക മെഷീനിന്റെ കൈ വന്നു. അതെന്തരാ പോന്നേ? എടാ ഗാർബേജ്. ഓക്കെ എല്ലാം കൊണ്ടുപോയി തോന്നണം. ഞാൻ ചിന്തിന് കൊണ്ട് തുറന്നു നടക്കാത്ത തന്നെ ആള് തെറ്റിപ്പോയെന്ന്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ
താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി സാധനം വാങ്ങിക്കാണ്ട് ഒരു പുതിയ ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, ടോയ്ലറ്റ് യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വാങ്ങിക്കാം. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത ഈ വീഡിയോക്ക് 100 ലൈക്ക് ആകുമ്പോൾ അടുത്ത വീഡിയോ വരും. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ടാറ്റാ.